രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തടഞ്ഞ് SFI പ്രവർത്തകർ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത തിരികെ MLA ഹോസ്റ്റലിൽ നിന്ന് പുറപ്പെടുന്ന വേളയിലാണ് SFI പ്രവർത്തകർ രാഹുലിന്റെ വാഹനം തടഞ്ഞത്. വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, പീഡനക്കേസുകളിൽ പ്രതിയായി ഏറ്റവും മോശം സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ മാങ്കൂട്ടത്തിൽ ഇന്ന് SFIയുടെ പ്രതിഷേധത്തിന്റെ ചൂടറിയുന്നതാണ് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായും മനു, അങ്ങനെ തന്നെ വേണം ഈ ഒരു വിഷയത്തെ സൂചിപ്പിക്കാൻ. അതായത് അത്രയും ശക്തമായ ഒരു പ്രതിഷേധമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ SFI പ്രവർത്തകർ കാഴ്ചവെച്ചത്. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹോസ്റ്റലിലേക്കാണ് ആദ്യമായിട്ട് എത്തിയത്. ഏതാണ്ട് 1 മണിക്കൂറോളം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങി. അതിനുശേഷമാണ് വീണ്ടും നിയമസഭയ്ക്ക് മുന്നിലേക്ക് മാധ്യമങ്ങളെ കാണാനായി പോകുന്ന വേളയിലാണ് SFI തടിച്ചുകൂടിയത്. ഏതാണ്ട് 20ഓളം വരുന്ന പ്രവർത്തകരുണ്ടായിരുന്നു. പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് വഴി തടഞ്ഞുകൊണ്ട് യാതൊരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി ഇവിടെ നിന്ന് പുറത്തുവിടാൻ സമ്മതിക്കില്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഇത്രയേറെ സ്ത്രീകളെ ഉൾപ്പെടെ വലിയ ക്രൂരമായ രീതിയിൽ പീഡനങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തുകൊണ്ടും തടഞ്ഞ് മതിയാവുക എന്ന് തന്നെയാണ് SFI പ്രവർത്തകർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തുടർന്ന് ഒരു വലിയ സംഘടനം തന്നെ നടന്നു. SFI പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ അപകടവും കയ്യാങ്കളിയിലേക്ക് എത്തി. തുടർന്ന് ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം, അതായത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വഴിയൊരുക്കി. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നുപോയത്. എന്തായാലും വലിയ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു. മറ്റൊരു പ്രത്യേകത, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി വീണ്ടും സഭയിലെത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിൽ SFI തടഞ്ഞിരിക്കും എന്ന് തന്നെയാണ് SFI പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുള്ളത്. മനു, ശരി. സാരംഗ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.